ഒരു ശലഭ ലാർവ എങ്ങനെയാണ് അതിൻ്റെ പ്യൂപ്പേഷൻ എന്ന ഘട്ടത്തിലേക്ക് പോകുന്നത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാനത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്യൂപ്പേഷൻ എന്ന് പറയുന്നത് ഒരു ശലഭ ലാർവ നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും ഒരു ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഇലകൾ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശലഭ ലാർവയുടെ പ്രവർത്തനം ഏറെക്കുറെ ഒരു അനങ്ങാതെ കിടക്കും. അങ്ങനെ മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഈ പ്യൂപ്പേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് അത് പോവുക. അപ്പോൾ അതിൻ്റെ ബോഡി ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ചുരുങ്ങി വന്നിട്ട് ഇപ്പോൾ ഒരു 2 ഇഞ്ച് ലെങ്ത്തുള്ളൊരു ശലഭ ലാർവ ചുരുങ്ങിയിട്ട് ഒരു 1.5 ഇഞ്ചിലേക്കൊക്കെ വരും. അപ്പോൾ അതിൻ്റെ നിറയൊക്കെ വ്യത്യാസപ്പെടും. അവസാനം അത് ക്രിസാലിസ് എന്ന് പറയുന്ന അതിലേക്ക് മാറുമ്പോഴേക്കും ചിലപ്പോൾ അത് ബ്രൗൺ കളറോ ചിലത് പച്ച നിറത്ത് തന്നെ നിലനിൽക്കും, ചിലത് മറ്റൊരു വ്യത്യസ്തമായ കളറിലേക്ക് അത് മാറും. പിന്നെ അതിൻ്റെ പുറന്തോട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉറച്ചിട്ട് എന്ന് പറയുക ഒരു കോട്ടിങ് മോതിരയായിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ സുഷുപ്തിയിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ്. അങ്ങനെ പൂർത്തീകരിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കാണിക്കുന്നത്. ഒരെണ്ണം അങ്ങനെ ആയിട്ടുണ്ട്, മറ്റൊന്ന് ആ പ്രക്രിയയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാളെ കൊണ്ട് ആ നിറവ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും.